പല സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പെട്ടിയിലായിപ്പോയ സിനിമകളെ കുറിച്ച്. ഷൂട്ടിങ്ങെല്ലാം പൂർത്തിയായിട്ട് പെട്ടിയിലായിപ്പോയി, പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് പരാജയപ്പെട്ടതിനെ കുറിച്ച്. അതിൽ മമ്മൂട്ടിൻ്റെ ഒന്നാണ് ഒടുവിൽ കിട്ടിയ വാർത്ത. അത് പെട്ടിയിലായ പടം ഇവിടെ കുറച്ച് കഴിഞ്ഞ് 1-2 വർഷം കഴിഞ്ഞിട്ട് റിലീസായി. മമ്മൂട്ടി അപ്പോഴത്തേക്ക് ഫേമസ് ആയി. അതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ, മമ്മൂട്ടി നാട് വിട്ടുപോയിട്ട് ഒരാൾ കുറേ മമ്മൂട്ടിനെയും കാത്തിട്ട് നാട്ടിൽ പിന്നെ വീട്ടുകാർ കാത്തിരിക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ കുറേ കഴിയുമ്പോൾ ബോട്ടിൽ ഒരാൾ വരും. ബോട്ടിൽ വന്നാൽ എല്ലാവരും വിചാരിച്ചത് മമ്മൂട്ടിയാന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ അത് ടി ജി രവി പട്ടാളത്തിൽ നിന്ന് വരുന്നത്. അങ്ങനെ പിന്നെയും കാത്തിരുന്ന് പിന്നെ ഒടുവിൽ കിട്ടിയ വാർത്ത അത് മമ്മൂട്ടി വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അത് മമ്മൂട്ടിയായിരുന്നു. മമ്മൂട്ടി നാട്ടിൽ വന്നിട്ട് പിന്നെ കുറേ പണ്ട് നാട് വിട്ടുപോയ കഥ അതെല്ലാം പറയുന്നു. വൻ പരാജയമായിരുന്നു. പിന്നെ മമ്മൂട്ടിൻ്റെ പെട്ടിയിലായിപ്പോയ പടമാണ് വേട്ട എന്ന് പറഞ്ഞ പടം. അതിൽ മോഹൻലാലും ഉണ്ട്. അതിൽ രവീന്ദ്രനാണ് നായകൻ. അതിൻ്റെ ആ പടത്തിൻ്റെ ആദ്യത്തെ പേര് കൊമ്പ് എന്നാണ്. അടൂർവാസിയും രവീന്ദ്രനാണ് അതിൻ്റെ മെയിൻ കഥാപാത്രങ്ങൾ. പക്ഷെ മമ്മൂട്ടി ഉപനായകനാണ്, മോഹൻലാൽ വില്ലനാണ്. അതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ, മോഹൻലാൽ ആ നാട്ടിലേക്ക് ഒരു ഗ്രാമത്തിലെ റൗഡി അങ്ങനെ അടൂർവാസിനെല്ലാം ഉപദ്രവിക്കാൻ വരും. അപ്പോൾ രവീന്ദ്രൻ ഇടപെട്ടിട്ട് മോഹൻലാലിനെ അടിച്ചോടിക്കും. പിന്നെ മമ്മൂട്ടി ജോലിയൊന്നും ഇല്ലാതെ അവസാനം പോലീസിന് ജോലി കിട്ടിയിട്ട് SI ആയിട്ട് വരും. ഒരു പാട്ടിലുണ്ട്, മഹാബോറാണ് മമ്മൂട്ടിൻ്റെ ആ പാട്ട് സീനിൽ അഭിനയിക്കുന്നത്. പിന്നെ ഇത് രണ്ടും പെട്ടിയിലായിട്ട് പാടുന്നു. അതും വൻ പരാജയം. വേട്ട മോഹൻ രൂപ് എന്ന് പറഞ്ഞ സംവിധായകൻ. ഒടുവിൽ കിട്ടിയ വാർത്തൻ്റെ സംവിധായകൻ്റെ പേര് ഓർമ്മയില്ല. പിന്നെ മോഹൻലാലിൻ്റെ പെട്ടിയിലായി പോയ പടം തോന്നുന്നു കയ്യെത്തും ദൂരത്ത്. ഫാസിലിൻ്റെ മകൻ്റെ പടം കയ്യെത്തും ദൂരത്ത് ഇറങ്ങുമ്പോൾ എൻ്റെ ആ പടം ഒരു പൊട്ടിപ്പാളീസായ പടമാണ് കയ്യെത്തും ദൂരത്ത്. പെട്ടിയിലായിട്ട് രണ്ടാമത് വന്നിട്ട് ഒരാഴ്ച പോലും കളിച്ചിട്ടില്ല. അതേ പേരിൻ്റെ ഫാസിൽ പിന്നെ അങ്ങനെ പൊട്ടിയ പടത്തിൻ്റെ പേരൊന്നും പിന്നീട് ആളിടൂല. പക്ഷെ എന്നിട്ടും കയ്യെത്ത് ദൂരത്ത് പറഞ്ഞിട്ട് അതും പൊട്ടി. 2 കയ്യെത്ത് ദൂരത്തും പൊട്ടി. പിന്നെ നിമിഷങ്ങൾ എന്ന് പറഞ്ഞൊരു പടം മോഹൻലാലിൻ്റെ. അത് മോഹൻലാലിൻ്റെ പെട്ടിയിലായിപ്പോയ പടം. കുറേ കാലം കഴിഞ്ഞിട്ട് ആ പടം ഇറങ്ങിയത്. അത് 2-3 ദിവസമേ കളിച്ചിട്ടില്ല. ആർക്കും കാണാനൊന്നും പോകാൻ അവസരം കിട്ടിയില്ല. അതിന് മുമ്പ് തന്നെ ചേഞ്ച് ചെയ്തു. പിന്നെ ഒരു മമ്മൂട്ടിൻ്റെ പടം അന്തിച്ചുവോപ്പ്. അതും കുറച്ച് റിലീസ് ചെയ്യാൻ കുറച്ച് ലേറ്റായ പടമാണ്. അതൊരു പടം പോലത്തെ ഒരു പടമാണ് മമ്മൂട്ടിൻ്റെ. ശങ്കറാണ് അതിൽ നായകൻ, മമ്മൂട്ടി വില്ലനാണ് ആ പടത്തിൽ. അതിൽ മമ്മൂട്ടിൻ്റെ പരസ്യമുണ്ടായി സിനിമയിൽ. പിന്നെ സിനിമ തുടങ്ങും മുമ്പേ, ഏതൊരു പടത്തിൻ്റെ സിനിമ തുടങ്ങും മുമ്പേ മമ്മൂട്ടി പരസ്യം ചെയ്യുന്നുണ്ട് അതിൽ. ഇങ്ങനെ ഒരു കസേരയിൽ ഇരുന്നിട്ട് അന്തിച്ചുവോപ്പ് എല്ലാവരും കാണണം, കുര്യൻ വർണ്ണശാലിയാണ് അതിൻ്റെ ഡയറക്ടർ, അതിൽ ഞാനുണ്ട്, ശങ്കറുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് മമ്മൂട്ടിൻ്റെ ഒരു കുറച്ച് ചെറിയൊരു പരസ്യം. ഓക്കെ.